നോക്കൂ, ഞാനിവിടെ പറഞ്ഞല്ലോ, പ്രകാശ് മാഷ് അതിന് മറുപടി പറഞ്ഞു. ഇവിടെ നിറയെ നൂറുകണക്കിന് സംഘപരിവാർ യൂട്യൂബർമാരെ ഇറക്കിയിരിക്കുകയാണ്. അവര് വിഷം ഛർദ്ദിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. എന്നാൽ കാസ എന്ന ക്രിസ്ത്യൻ തീവ്രവാദ കാസ എന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയ്ക്കെതിരെ ഒരു പരാമർശം നടത്തിയതിന് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന ഒരു ബ്ലോഗറെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചിട്ടിരിക്കുകയാണ്. കാസനെ വിമർശിച്ചതിന്റെ പേരിൽ. മനസ്സിലാക്കണം, കാസയെ വിമർശിച്ചതിന്റെ പേരിൽ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അനിൽ മുഹമ്മദ് എന്ന ബ്ലോഗറെ. എന്നാൽ ഇവിടെ എത്ര യൂട്യൂബ് ചാനലുണ്ട്, എത്ര വിഷം കലക്കുന്ന അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നടപടിയുണ്ടോ? അതാ പറഞ്ഞ ഏകപക്ഷീയമായിട്ടാണ്. ഇപ്പൊ പി സി ജോർജിന് എന്തും പറയാം, വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം. ലീഗിൽ സംഭവിക്കുന്നത് ഞാൻ പറയട്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ ആന ചോരുന്നത് കാണാതെ കടുക് ചോര് നിങ്ങൾ കാണുകയാണ്. ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ എന്തെങ്കിലും വിഷയത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന കാര്യമല്ലല്ലോ വിഷയം. ഈ രാജ്യത്തിനകത്ത് പ്രതിപക്ഷ ശബ്ദം അനുവദിക്കുന്നില്ല. അവരെ വേട്ടയാടുകയാണ്. അത് സംരക്ഷിക്കാൻ പോരാടുന്ന മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്, CPM ആണ്. ഞങ്ങളെ ആ വിഷയത്തിനുള്ളിൽ അധിക്ഷേപിക്കുന്നത് വെറും സംഘടിത രാഷ്ട്രീയമാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലാവണം. ഏതെങ്കിലും ഒരാളുടെ വിഷയത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഏത് മാധ്യമങ്ങളുണ്ട്? ആർക്ക് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്? അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് മറുപടി പറയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇവിടെ വന്നിട്ട് നൂറുകണക്കിന് യൂട്യൂബർമാരെ യോഗം വിളിച്ചത് അങ്ങേക്കറിയോ? അതെ, അതിനും കൂട്ടി മറുപടി പറയും. പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എറണാകുളത്ത് വന്ന് നൂറുകണക്കിന് യൂട്യൂബർമാരെ യോഗം വിളിച്ച് അത് അങ്ങേക്കറിയോ? എന്ത് വിഷമം ഇവിടെ പറയാം? ആർക്കും എന്ത് ഇവിടെ ഏറ്റവും മികച്ച് തടച്ചു വളരുന്ന വ്യവസായം സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക, എന്താണ് ഹേറ്റ് സ്പീച്ച് നടത്തുക, 1001 അതിന് സബ്സിഡി വില കൊടുക്കുക. ഈ യൂട്യൂബർ മറുപടി വരാം. എന്താണ് ഈ വിഷം, ഈ വർഗീയ വിഷം നടത്തുന്ന, ഈ വിഷം വളർത്തുന്ന ഈ ബ്ലോഗർമാർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയം എന്റെ മറുപടി കേൾക്കൂ. നിങ്ങൾ പറയുന്ന ആണി കടത്തി നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇതിനേക്കാൾ വലുതാണ് BJP. ഈ ബ്ലോഗർമാരും BJP ടൂളുകളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അതിനെ നിസ്സാരമാക്കരുത്. നിങ്ങളെ കണക്കില് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്കാൾ മോശം ഞങ്ങളാണ്. നിങ്ങൾക്ക് ഒരു തെറ്റവടിയാണ്. നാളെ നിങ്ങൾ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോ ശത്രുക്കൾ. നിങ്ങൾക്ക് സംസാരിക്കുന്നേ കേരള പോലീസ്, കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണെന്ന് പറഞ്ഞത് ആനി രാജയാണ്. നിങ്ങളെ ഘടകകക്ഷി നേതാവാണ്. നിങ്ങളുടെ ഘടകകക്ഷി നേതാവ് CPIന്റെ കേന്ദ്ര നേതാവായ ആനി രാജയാണ് പറഞ്ഞത്. മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. മറ്റു പല വിഷയങ്ങളിലേക്ക് പോകരുത്.